ഇന്നത്തെ ടോപ്പിക് പ്രസ്ബയോപ്പിയ. എന്താണ് പ്രസ്ബയോപ്പിയ? പ്രസ്ബയോപ്പിയ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. മലയാളത്തിൽ നിന്ന് വെള്ളെഴുത്ത് എന്ന് പറയും. എന്താണ് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ്ബയോപ്പിയ? പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത കുറയുകയും അതിൻ്റെ വഴക്കം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് അടുത്തുള്ള അക്ഷരങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. അതായത് സമീപ ദൃഷ്ടി കഷ്ടമാകുന്ന ഒരു സമയം. അതെപ്പോഴാണ്? 40 വയസ്സ്, സാധാരണയായിട്ട് 40 വയസ്സിന് ശേഷമാണ് നമുക്ക് അടുത്തുള്ള അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അടുത്തുള്ള ചെറിയ അക്ഷരങ്ങൾ വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും കാണാൻ പറ്റാതാവുകയും നമുക്കൊരു നോർമൽ ഡിസ്റ്റൻസിൽ കാണില്ല, കുറച്ചും കൂടി ഡിസ്റ്റൻസ് നീട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണും. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത്. അതായത് പത്രം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്ന സമയത്തോ വലിയ വലിയ അക്ഷരങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റും. ചെറിയ അതായത് ഫോണ്ട് സൈസ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് അടുത്തുള്ള അക്ഷരങ്ങൾ വായിക്കാൻ പറ്റില്ല. മറ്റൊരു ലക്ഷണമാണ് സൂചിയിൽ നൂല് കോർക്കാൻ പറ്റാതിരിക്കുക. അതായത് നമ്മുടെ നോർമൽ തയ്ക്കുന്ന സൂചികളിലൊക്കെ വീട്ടിലെ അമ്മമാരൊക്കെ കുറച്ച് പ്രായം കഴിയുമ്പോൾ മക്കളോട് അല്ലെങ്കിൽ കൊച്ചുമക്കളോട് പറയും, ഈ നൂലൊന്ന് കോർത്ത് തന്നെ. അതെന്താ നിങ്ങൾക്ക് കോർക്കാൻ പറ്റുന്നില്ലേ? അമ്മയ്ക്ക് എന്താ കാണുന്നില്ലേ നമ്മൾ ചോദിക്കും. നമ്മൾ എന്തെങ്കിലും പണിയിലൊക്കെ ആണെങ്കിൽ ചോദിക്കും, അമ്മയ്ക്ക് എന്താ അത് കോർത്താൽ? എപ്പോഴും എന്തിനാ എന്നെ വിളിക്കണേ? അവർക്കത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് കാണാൻ പറ്റാതിരിക്കുന്നത്? അതായത് 40 വയസ്സിന് ശേഷം നമ്മുടെ ലെൻസിന്റെ ഇലാസ്തികത കുറയുകയും വഴക്കം നഷ്ടപ്പെടുകയും ചെയ്യും. ഈ സമയത്ത് നമുക്ക് അടുത്തുള്ള അക്ഷരങ്ങൾ അല്ലെങ്കിൽ അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. വ്യക്തവും സ്പഷ്ടവുമായിട്ട് കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. ഇതിന് എന്താണ് സൊല്യൂഷൻ? ഇതിനുള്ള സൊല്യൂഷനാണ് റീഡിംഗ് ഗ്ലാസ്സസ്. നമ്മൾ പുറമേയുള്ള എല്ലാ ആൾക്കാരെയും ഒബ്സർവ് ചെയ്താൽ തന്നെ മനസ്സിലാകും. ഒരു 40 വയസ്സിന് ശേഷം എല്ലാ ആൾക്കാരും പേപ്പർ വായിക്കുമ്പോൾ എൻ്റെ കണ്ണാടി ഇങ്ങെടുത്തേ അല്ലെങ്കിൽ എൻ്റെ ഗ്ലാസ് ഇങ്ങെടുത്തേ എന്ന് പറഞ്ഞിട്ട് പേപ്പർ വായിക്കുന്ന സമയത്ത് ഈ മെഡിസിൻസിൽ, അതായത് ടാബ്ലറ്റ്സിലും ഡ്രോപ്സിലും ഒക്കെ ഉണ്ടാകുന്ന ചെറിയ അക്ഷരങ്ങൾ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ റീഡിംഗ് ഗ്ലാസ്സസ് സജസ്റ്റ് ചെയ്യുക. നോർമലി ഇത് 40 വയസ്സിന് ശേഷമാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ചില പേഷ്യൻസിലൊക്കെ 37, 38 പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ട്. കാരണം എൻ്റെ മുന്നിൽ വരുന്ന പേഷ്യൻസിന് ഏറ്റവും എനിക്ക് ഡിഫക്റ്റീവ് നിയാവേഷൻ, അടുത്തുള്ള അക്ഷരങ്ങൾ കാണാൻ ബുദ്ധിമുട്ടാണ്, വായിക്കാൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് ഹോംവർക്ക് പറഞ്ഞു കൊടുക്കുമ്പം കണ്ണിന് ഭയങ്കര ടയേർഡ്നെസ് ആണ്, ഹെഡേക്ക് വരുന്നു, കാഴ്ചയ്ക്കൊരു മങ്ങൽ അനുഭവപ്പെടുന്നു എന്നൊക്കെ കംപ്ലൈൻറ്റ്സ് പറയാറുണ്ട്. ഇതിനെല്ലാം റീസൺ എന്ന് പറയുന്നത് പ്രസ്ബയോപ്പിക് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രസ്ബയോപ്പിക് കറക്ഷൻ കൊടുക്കണം. അതായത് അവർക്ക് റീഡിംഗ് ഗ്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയും. നോർമലി ചില പേഷ്യൻസിനൊക്കെ ഡിസ്റ്റൻസ് വിഷൻസ് ക്ലിയർ ആണ്, അവർക്ക് ദൂരെയുള്ള അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. വിത്തൗട്ട് ഗ്ലാസ് കാണുന്നുണ്ട് എങ്കിൽ അവർക്ക് റീഡിംഗ് ഗ്ലാസ്സസ് മതിയാകും. അതായത് സ്റ്റാർട്ടിംഗ് പവറായ +1 കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അടുത്തുള്ള അക്ഷരങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതല്ല, നേരത്തെ അവർ ഗ്ലാസ് യൂസ് ചെയ്യുന്ന പേഷ്യൻസ് ആണ്, ഡിസ്റ്റൻസ് വിഷൻ അവർക്ക് ക്ലിയർ ആയിട്ടില്ല, അതിന് വേണ്ടിയിട്ട് അവർ സിംഗിൾ ഗ്ലാസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ സജസ്റ്റ് ചെയ്തതാണ് ബൈഫോക്കൽ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഗ്ലാസ്സസ്. എന്താണ് ബൈഫോക്കൽ ഗ്ലാസ്സസ്? ബൈഫോക്കൽ ഗ്ലാസ്സസ് എല്ലാവർക്കും തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നോർമലി ഒരു ഗ്ലാസ്, ഇതുപോലെയുള്ള ഒരു ഗ്ലാസ്സിന് ഈ താഴ്ഭാഗത്ത് ഒരു കട്ട് ഉണ്ടാവും. ഈ താഴെ ഭാഗത്ത് ഉണ്ടാകുന്ന കട്ടാണ് ബൈഫോക്കൽ ലെൻസിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ്, അതായത് നോട്ടത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് മുകളിലുള്ള പവർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിലും താഴെയുള്ള കട്ടിലുള്ള പവർ എന്ന് പറയുന്നത് നിയർ വായിക്കാനുമാണ്. ഇതാണ് ബൈഫോക്കൽ ലെൻസസ്. മറ്റൊന്നാണ് പ്രോഗ്രസീവ് ലെൻസസ്. പ്രോഗ്രസീവ് ലെൻസസ് ഇങ്ങനെ വെറുതെ ഒരു സിംഗിൾ ഗ്ലാസ് ആയിട്ട് നിങ്ങൾക്കാണ്, ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പോലെ, ഇത് സിംഗിൾ വിഷൻ ആണ്, നോട്ട് പ്രോഗ്രസീവ്. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പുറമേന്ന് കാണാൻ പറ്റുക. പക്ഷെ അതിൽ 3 പവേഴ്സ് ആയിരിക്കും ഉണ്ടാകുക. അതായത് അപ്പർ പോർഷൻ ഫോർ ദ ഡിസ്റ്റൻസ്, മിഡിൽ പോർഷൻ ഫോർ ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഇസ് നിയർ. അതായത് 3 പവർ ആയിരിക്കും അതിലുണ്ടാവുക. മുകളിലുള്ള ഭാഗം നിങ്ങൾക്ക് ദൂരെയുള്ള വസ്തുക്കൾ കാണാനും, മിഡിലുള്ള പവർ ഇന്റർമീഡിയറ്റ്, അതായത് ഈ ലാപ്ടോപ്പ് PC ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് കാണാനും, ഏറ്റവും താഴെയുള്ള ഭാഗത്തുള്ള പവർ എന്ന് പറയുന്നത് അടുത്തുള്ള അക്ഷരങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പ്രസ്ബയോപ്പിക്കിനുള്ള സൊല്യൂഷൻ.
റീഡിംഗ് ഗ്ലാസ്സസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബൈഫോക്കൽസ്, ഡിസ്റ്റൻസ് പവർ ഉള്ളവരാണെങ്കിൽ ബൈഫോക്കൽസ് യൂസ് ചെയ്യാം. അവർക്ക് 2 പവറും കിട്ടും, ഡിസ്റ്റൻസ് ആൻഡ് നിയർ. ആൻഡ് കമ്പ്യൂട്ടർ യൂസേഴ്സ് ആണെങ്കിൽ ഗോ ഫോർ ദ പ്രോഗ്രസീവ്, അതാണ് കുറച്ചും കൂടി നല്ലത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അതായത് ദൂരെയുള്ള അക്ഷരങ്ങളും ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസും നിയർ ഡിസ്റ്റൻസും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത് വലിയൊരു രോഗമൊന്നുമല്ല, പ്രായമാകുന്നതിനനുസരിച്ച് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് ഏജ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഏജിനെ നമുക്ക് എവിടെ തടയാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ ഈ പ്രസ്ബയോപ്പിക് കറക്ഷൻസ് ഓരോരോ ഏജ് കൂടുന്നതിനനുസരിച്ച് ഗ്ലാസ് പവറിൽ വേരിയേഷൻ വരുന്നത് വളരെ സ്വാഭാവികമാണ്. അപ്പൊ ചില പേഷ്യൻസ് വരുന്ന ഇത് 2 years ആയിട്ടുള്ള ഓൾഡ് ഗ്ലാസ്, എത്ര വർഷമായി ഗ്ലാസ് യൂസ് ചെയ്യണം? 2 വർഷമായി. 2 വർഷം എനിക്ക് ആദ്യമൊക്കെ നന്നായിട്ട് ഈ ഗ്ലാസ്സിൽ അടുത്തുള്ള അക്ഷരങ്ങൾ വായിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് മങ്ങലായിട്ടുണ്ട്. What is the reason? Age is progressing, right? Because age നേരത്തെ 2 വർഷം മുമ്പ് 40 വയസ്സാണെങ്കിൽ ഇപ്പം 42 വയസ്സായിട്ടുണ്ട്. അപ്പൊ ആ ഏജിനനുസരിച്ചുള്ള ഗ്ലാസ് പവർ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ once in a year എന്തായാലും നിങ്ങൾ ചെക്കപ്പ് ചെയ്യണം പ്രസ്ബയോപ്പിക് ഉള്ളവർ. അപ്പോൾ വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഇറ്റ്സ് മീ റമി സൈമസ്.